ഇനി കുറച്ച് മാനിഫെസ്റ്റ് ചെയ്താലോ? ഫെബ്രുവരി 1 മുന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഭാഗ്യമുള്ള ആൾക്കാരാട്ടോ. ജസ്റ്റ് മിസ്, കണ്ടപ്പോ ലേശം വൈകിപ്പോയി. ഫെബ്രുവരി 1 എന്ന് പറയുന്നത് ഒരു നോർമൽ മന്ത് ബിഗിനിങ് അല്ല, ഇതൊരു ഫുൾ മൂൺ ഡേ ആണ്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൗർണമി. സോ ഈ സമയത്ത് ഭയങ്കര പവറായി, ഭയങ്കര പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. അത് ശരി, നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. സിമ്പിളായിട്ട് കാര്യം ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതെടുത്തിട്ട് നിങ്ങൾ ജനലിന്റെ അടുത്ത് എവിടെയെങ്കിലും, അത് നിങ്ങൾക്ക് ആ വെള്ളം ചന്ദ്രനെ കാണണം, വെച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് അടയ്ക്കുക. എന്നിട്ട് മറ്റൊരു പേപ്പറിൽ എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം, ഒരൊറ്റ വിഷ്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരേ ഒരു വിഷ് നടന്നതായിട്ട് എഴുതി ഈ വെള്ളത്തിന്റെ ഗ്ലാസിന്റെ താഴെ അതിങ്ങ് വെച്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഈ വെള്ളം നിങ്ങൾ കുടിക്കുക. അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വിത്തിൻ ഡേയ്സിൽ കാണാൻ പറ്റും. എന്തൊക്കെ കാണണം ഒരു ദിവസം കഴിഞ്ഞു പോകണം. ഈ വെള്ളം മൊത്തം രാത്രി ചന്ദ്രനെയൊക്കെ കണ്ട് നിൽക്കുന്ന വെള്ളമാണ്. എജാതി പവറായിരിക്കും വെള്ളത്തിന്. മൂൺ വാട്ടർ ടെക്നിക്ക് എന്നാണ് കുറെ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ ഒരു ടെക്നിക്കിനെ വിളിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുമ്പോൾ സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പൗർണമി ദിവസം. അതിന് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്ക്. അല്ലാതെ വെള്ളം കൊണ്ടുപോയി ചന്ദ്രൻ കാണുന്ന പോലെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ വിശ്വസിക്കാനും നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നിങ്ങൾക്കൊരു മണി മാനിഫെസ്റ്റേഷൻ മന്ത്രമാണ് പറഞ്ഞുതരാൻ പോണത്. ഈ മന്ത്രം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ദിവസവും 21 തവണ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാവുന്നതാണ്. ഇന്ന് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യം മന്ത്രം പറ ചേച്ചി. ഇങ്ങനെയാണ്: ഓം വശി വശി ധനം ദിനം ദിനം, ഓം വശി വശി ധനം ദിനം ദിനം, ഓം വശി വശി ധനം ദിനം ദിനം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഓം വശി വശി ധനം ദിനം ദിനം, ഓം വശി വശി ധനം ദിനം ദിനം. അല്ല, ഈ മന്ത്രമൊക്കെ എപ്പോഴാ മാനിഫെസ്റ്റേഷന്റെ ഒരു ഭാഗമായത്? അല്ല, ഇത് രണ്ടും തമ്മിൽ എന്താണ് ഇത്ര വലിയ ബന്ധം? ആർക്കറിയാം. ഇതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, വായിക്കേണ്ട കമന്റ് തന്നെ. മാഡം, എല്ലാ ജാതിക്കാർക്കും ചൊല്ലാമോ? ഇതൊന്ന് കേട്ടിട്ട് പോണേ. ഇതൊക്കെ കേൾക്കാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് 12 ഗ്രേറ്റ് തിയറി എന്ന് പറയുന്നത്. ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഒരു 12 ആഗ്രഹം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം 31-ാം തീയതി രാത്രി 12 മണിക്കും 12:07 ഇടയ്ക്ക് നിങ്ങളൊരു ടേബിളിന് അടിയിൽ കയറിയിരുന്ന് 12 മുന്തിരി കയ്യിലെടുത്ത് വെച്ചേക്കണം. ഓരോ മുന്തിരി കഴിക്കുന്ന സമയത്ത്, അതായത് കറക്റ്റ് 12 മണിക്ക് നിങ്ങൾ ഓരോ മുന്തിരി കഴിക്കുക. മുന്തിരി കഴിച്ചിട്ട് ഈ ഓരോ വിഷസ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഒന്നാമത്തെ കാര്യം, 12 ഗ്രേപ്സ് തിയറി എന്നല്ല, 12 ഗ്രേപ്സ് ട്രഡീഷനാണ്, ഒരു ആചാരമാണ്. പിന്നെ ഇയാള് പറഞ്ഞ പോലെ ഒന്നുമല്ല, മേശയുടെ താഴെയൊന്നും പോയി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പെയിനിൽ പണ്ട് തുടങ്ങിയ ഒരു ആചാരമാണ്. ന്യൂ ഇയർ പുലർച്ചെ രാവിലെ 12 മണിക്ക് ഓരോ മണിയടിക്കുമ്പോഴും ഓരോ മുന്തിരി തിന്നുക. ഇപ്പോഴും ഇത് സ്പെയിനിൽ നടക്കുന്നുണ്ട്, ഒരു ഉത്സവമായിട്ട്. 12 മുന്തിരി കഴിച്ചാൽ 12 മാസത്തേക്ക് നല്ല ഭാഗ്യമായിരിക്കുമെന്നാണ് അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഓരോ മുന്തിരിക്കും ഓരോ ആഗ്രഹം എന്നൊന്നും ശരിക്കുമില്ല. ഇങ്ങനെ ഒരു ആചാരത്തെ മാനിഫെസ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത സാറിന്റെ ബുദ്ധി അപാരം തന്നെ.